this meeting, let's gaze upon Calvary. You could ask God, oh righteous God, what made you to kill your son on the cross? The one who gave his only begotten son for you, will he not give every other thing along with him? Have you understood the true meaning of the cross? പ്രസംഗിക്കാനുള്ളൊരു പ്രോഗ്രാം ഒന്നുമല്ല. ദൈവപുത്രൻ കാൽവറിയിൽ രക്തം ചൊരിഞ്ഞതിന്റെ വില നിങ്ങളെ ബോധ്യപ്പെടുത്താനായി യോഗം വെച്ചത്. The cross is not just a topic for us to preach and then to sing about, but then on the cross we see God's love manifest for us. ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുള്ള ലെസൺ മുഴുവൻ പറഞ്ഞു തീർക്കണമെന്നില്ല. ദൈവപുത്രന്റെ ക്രൂശിന്റെ മർമ്മം ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. But I'm not bent on finishing off my sermon points, but I just want you to understand the meaning of the cross, and if you will, then you will begin to worship God in the Holy Spirit. ഇരുമ്പ് പാത്രം കേടുവന്നാൽ ഒരു ചെറിയ വില കിട്ടും. സ്വർണം കേടുവരികയില്ല. വെള്ളി കേടുവന്നാൽ വില കിട്ടും. അലൂമിനിയം കേടുവന്നാൽ വില കിട്ടും. പ്ലാസ്റ്റിക്കിന് വില കിട്ടും. മൺപാത്രം കേടുവന്നാൽ ആർക്കും വേണ്ട. ഈ മൺപാത്രത്തെ നന്നാക്കുവാൻ ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ട സത്യം നിങ്ങളോട് പറയാനാ ദൈവത്തെ വിളിച്ചത്. If a broken vessel is made of aluminium or gold or iron or whatever, you could then sell it and reclaim its value. But then if an earthen vessel is broken, no one will buy it from your hands. But then we are earthen vessels, we were lost and broken. God came to pay a heavy price for it. കേടുവന്ന മനുഷ്യനെ ആർക്ക് വേണം? Who wants a broken human being? തകർന്ന മനുഷ്യനെ ആർക്ക് വേണം? Who wants a broken human being? കരയുന്ന മനുഷ്യനെ ആർക്ക് വേണം? Who wants a man in tears? ഞാൻ ഒരു പുസ്തകം കണ്ടു. But I saw a book. ആ പുസ്തകത്തിന്റെ പേര് ബൈബിൾ എന്നാണ്. That's the Bible. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. The Bible says the Lord is near to those who are broken hearted and he redeems those who cry out to him. നിങ്ങൾ എന്നോട് ചോദിക്കുക, പാസ്റ്റർ ദൈവം ആരോടാ അടുത്തിരിക്കുന്നേ? You could ask me, to whom is God the nearest? സെൻട്രൽ പാസ്റ്ററോടാണോ, സെക്രട്ടറിയോടാണോ, ട്രഷററോടാണോ? Is God closer to the bishops and the overseers? അല്ല, ഹൃദയം നുറുങ്ങിയവർക്ക്. No, God is closest to those who have a broken heart. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. God is near unto those with a broken heart. ഇന്ന് ഈ മീറ്റിംഗിൽ തകർന്ന മനസ്സുമായി വന്ന നിന്റെ അടുത്ത് ദൈവപുത്രന്റെ സാന്നിധ്യമുണ്ട്. അവന്റെ കയ്യിൽ രാത്രി നിന്നെ തൊടുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. God's Son is near unto you because you have come here with a broken heart and he wants to heal you. എത്രയോ ആത്മഹത്യ ചെയ്യാൻ പോയ കേസുകളാണ് ദൈവം ഞങ്ങൾ വിടുവിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടത്. We have seen God rescuing many people who are bound for suicide. ഞങ്ങളുടെ പ്രോഗ്രാം തൃശ്ശൂരിൽ നിന്ന് കാണുന്ന ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എന്റെ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. A woman who had watched our television program called us in our office and said, just now I received a phone call from my husband in Saudi Arabia. He says he wants a divorce. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാണ് വിളിക്കുന്നത്, പ്ലീസ് ഞങ്ങളെ സഹായിക്കണം. And this woman said, I've just watched your television program, please pray for us. വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. Well, I didn't have too much faith, but then I said, sister, we'll pray together on the telephone. തൃശ്ശൂർ പിറവം 105 കിലോമീറ്റർ ദൂരമുണ്ട്. Well, we were separated by a distance of 105 kilometers. തൃശ്ശൂർ സൗദി അറേബ്യ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിയാമല്ല. I don't know how far this man in Saudi Arabia. എനിക്ക് ഇതിന്റെ ഭൂമിശാസ്ത്രം അറിയില്ല, ഇതിന്റെ സയൻസ് അറിയില്ല. എന്നാൽ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ഒരു ദൈവത്തെ എനിക്കറിയാം. I don't know the science or the geography of these places, but I know that there's a God who is close to those who are broken hearted. ഞാനും ആ സഹോദരി കൂടെ ടെലിഫോണിൽ മാത്രം പ്രാർത്ഥിച്ചു. I just prayed with her over the telephone. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വേറൊരിടത്തേക്ക് സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ വീണ്ടും ടെലിഫോൺ വന്നു. 2 hours later, I was traveling to another place and then I received another call. അവർ ഫോണിൽ കൂടെ കരയുക, പാസ്റ്ററെ അത്ഭുതം നടന്നു. She was crying, she was in tears and she said, the Lord has worked a miracle. ഞാൻ സ്കൂട്ടർ സൈഡിൽ നിർത്തിയിട്ട് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സിസ്റ്റർ, നിങ്ങൾ എന്താ പറയുന്നത്? So I parked my scooter and then I asked her, I don't understand, what are you telling? 2 വർഷമായിട്ട് ഫോണിൽ കൂടെ വഴക്കടിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളാണ് ഒടുവിലായി ഡൈവോഴ്സ് തീരുമാനിച്ചത്. ഇപ്പൊ വിളിച്ചു പറയാ, എടി സോറി, എനിക്ക് മുഴുവൻ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതാ.
നീ എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, നിന്റെ വീസ ഉടനെ ശരിയാക്കാൻ പോവുക. For 2 years, this husband and wife were quarreling over the telephone, over this long distance calls, and then after that they decided to divorce. But now she received a call from her husband saying, well, it was all out of my misunderstanding. I'm sorry, I'll arrange for a visa so that I can bring you over here. ഇത് ഭയങ്കര മാജിക് ആണല്ലോ പാസ്റ്റർ. You might say, well, this is wonderful, this is like magic. എന്നാ ഞങ്ങളുടെ ജോലിയുടെ കാര്യം അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കി തരാമോ? Maybe you will say, will you please pray for us and well, I can't do it. ഹൃദയം നുറുക്കി The Lord is close to those who are broken hearted. എന്റെ പ്രാർത്ഥനയല്ല, ആ സ്ത്രീയുടെ വിശ്വാസമാണ് അതിന്റെ കാരണം. It's not my prayer. It's that woman's faith that brought about a change there. കാരണം അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ അവർ ഇങ്ങോട്ട് വിളിച്ചെങ്കിൽ അതിന്റെ ബേസ് എന്തുവാ? Well, just think of this. She heard this bad news and then she called me. Try to understand her situation. അവർ കേട്ട വചനത്തിലൂടെ അവർ യേശുവിനെ കണ്ടു, വിടുവിക്കുന്ന ഒരു ദൈവത്തെ അവൾക്കറിയാം. ആ വിശ്വാസം ദൈവം അറിഞ്ഞു. She listened to the television program and came to know Jesus who could do a wonder for her, and therefore she believed and reached out. നീ ദൈവത്തിന് വിലയേറിയവൻ. You are a valuable person before God. നീ ദൈവത്തിന് വിലയേറിയവൻ. God values you. മരിക്കാൻ ഒരുങ്ങരുത്. Don't end your life. നിരാശപ്പെടരുത്. Don't be in despair. നിരാശപ്പെടരുത്. Don't be disappointed. നിരാശപ്പെടരുത്. Don't be frustrated. നിരാശപ്പെടരുത്. Don't give up. നീ ദൈവത്തിന് വിലയേറിയവൻ. You are a valuable നീ person. ദൈവത്തിന് വിലയേറിയവൻ. You're highly valuable. ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയിൽ നിന്നും പുറകോട്ട് മാറരുത്. ദൈവം ഏൽപ്പിച്ച യാതൊരു മിനിസ്ട്രിയിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നീ ദൈവത്തിന് വിലയേറിയവൻ. നീ ദൈവത്തിന് വിലയേറിയവൻ. നീ ദൈവത്തിന് വിലയേറിയവൻ. Don't step back from any ministry that God has called you to, and don't backslide from your high calling, because you are valuable in God's sight. ഈ സത്യം അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. If you know this truth, you will be set free. Praise the Lord. Praise God. രണ്ടാമത്തെ സത്യം, Truth number 2. നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതല്ലേ നല്ലത്. Well, it's always good for us to think in a pragmatic way. ധനത്തെ കുറിച്ചുള്ള സത്യം. It's the truth about wealth. ലൂക്കോസ് 12:13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആരെ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുകയും ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഭാഗം അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവയ്ക്കുവാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അത് കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. I'll just describe this incident mentioned in Luke 12:13-21. ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. A young man came running towards Jesus. കർത്താവേ, ഞങ്ങളുടെ വസ്തു ഒന്ന് പാർട്ടീഷൻ ചെയ്തു തരണം. Please help us, with my brother, between my brother and me, we have a problem with sharing of the inheritance. കർത്താവ് പറഞ്ഞു, എനിക്ക് നേരെയില്ല, വേറെ ജോലിയുണ്ടോ? Jesus said, well, I have no time for this. അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല, ഭാഷ എങ്ങനെ പറയുന്നത്? Well, you might say, it's not written like that in the Bible. Why do you want to say like this? നാടൻ ഭാഷ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവൂ. Well, I just wanted to put it in a colloquial way. വസ്തു പങ്കിടാൻ വേറെ ആളെ നോക്കണം, എനിക്ക് നേരെയില്ല. Well, Jesus must have said this. I have no time to be an arbiter between you and your brother. You could search for someone else. ഏതായാലും വന്നതല്ലേ, ഒരു മെസ്സേജ് പറഞ്ഞു വിടാൻ നിൽക്കാൻ പറഞ്ഞു. Well, anyway, you came to me. I have a message for you. Please bear with me. വന്നത് കഷ്ടകാലം. So this man must have thought, oh my, I shouldn't have come in the first place. കോളേജിൽ ഒരു പുള്ളി സൂര്യാലോകത്തിന് മൈക്ക് കൊടുക്കാൻ തുടങ്ങി. മൈക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. There was a man in Kolancheri town. He used to rent out his microphones and sound systems for gospel meetings. കേരളത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ അടുത്ത കൺവെൻഷൻ തുടങ്ങുകയല്ലേ.
In Kerala we have convention after convention. ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്ന ഇവരാണല്ലോ. These people who rent out microphone systems, they are the ones who listen to maximum number of sermons. ഞാൻ അവിടെ എല്ലാം മിക്കവാറും ഉണ്ട്. ഒരു യോഗത്തിൽ ഞാൻ പറഞ്ഞു, നോഗയുടെ പെട്ടകം പടത്ത ആശാരിയുടെ ഗതികേട് മത്തായി ചേട്ടന് വരരുത്. Well, I just in one of my sermons I said, well, I think of a carpenter who built Noah's ark, but then let not that fate come upon you. ഇവിടെ നമ്മുടെ കോലഞ്ചേരിക്കാരൻ സഹോദരൻ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. എന്തിനു പറയാനാണ് നമ്മുടെ മൈക്കുകാരൻ അതോടുകൂടെ ശരിയായി. Well, after listening to that, the man who operated the microphones, that was enough for his conversion. ബിസിനസ്സിനാണെങ്കിലും വന്നു പോയാൽ എന്തെങ്കിലും കിട്ടും. But even if you come for business to the Lord Jesus, you may get something from him. ഇവൻ വസ്തു കച്ചവടത്തിന് വന്നതാ, പക്ഷെ ഒരു മെസ്സേജ് കൊണ്ട് പോകേണ്ടി വന്നു. Well, he came here to discuss his real estate matters, but then he had to receive a message from the Lord. കർത്താവ് പറഞ്ഞു, മോനെ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. Jesus shared a story with him. There was once a rich man. അവന് ഭൂമി നന്നായി വിളഞ്ഞു. And there was abundance of possessions, and he had a rich harvest. അപ്പൊ അവനാകെ ടെൻഷനായി. That led to his, further tensions. കാരണം ഇത് എങ്ങനെ സൂക്ഷിച്ചു വെക്കും? He was worried. Where will I keep all my crops? എങ്ങനെ ഗവൺമെന്റിനെ പറ്റിക്കും? How will I cheat the government? അങ്ങനെ ആകെ ടെൻഷനായി. So he was all tensed up. ഒടുവിൽ അവൻ തീരുമാനമെടുത്തു. So he decided to do one thing. എന്റെ ഈ വീടങ്ങ് പൊളിക്കും. I'll tear down my barns. ഒരു അണ്ടർഗ്രൗണ്ട് എടുക്കും. And then I'll make another barn underground. ഇതെല്ലാം ഇതിനകത്തിട്ട് ഞാൻ പൂട്ടും. And so I'll stock up all this harvest inside my barn and I'll lock it up. എന്നിട്ട് താക്കോൽ ഇങ്ങനെ കിളിക്കൊണ്ട് ഞാൻ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. I'll walk around town with the keys in my hand and I'll say this to myself, eat, drink and enjoy. ആരോടാ പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. Well, he says that we read here to whom he was sharing these things. തന്നോട് തന്നെ. He would say this to himself. തിന്നുക, കുടിക്കുക എന്ന് പറയുന്നത് പുള്ളിയോട് തന്നെയാണ്. Well, he's saying this to himself, eat, drink and be merry. ഇത്രയും കഥ ഇവനോട് പറഞ്ഞപ്പോൾ ഇവനൊന്ന് പോയി കിട്ടിയാൽ മതി എന്നായിട്ടുണ്ട്. When this young man listened to the story, he just wanted to be discharged from there. ദൈവമോ അവനോട്, But then God said this thing. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതാക്കാം. You fool, this very night your life is being demanded of you, and the things you have prepared, whose will they be? പേടിച്ചു. This man was scared. അവനോട് പറഞ്ഞു, മോനെ ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുക. And therefore Jesus summarized the lesson and then spoke to this man and said, so you have to be careful of all this covetousness. വിഷയത്തിലേക്ക് വരാം. Let's come to our topic. ഈ ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുത്ത് വന്നത് ഭൂമി പങ്കിടാൻ. This man came to Jesus to get a share of his father's property. യേശു ആ കേസ് അറ്റൻഡ് ചെയ്തില്ല. Jesus did not be a judge for him. എനിക്ക് വയ്യാന്ന് പറഞ്ഞു. Jesus said, it's not possible. ഞാൻ ബൈബിൾ പുതിയ നിയമം ന്യൂ ടെസ്റ്റ്മെന്റ് പല പ്രാവശ്യം വായിച്ചു. കർത്താവ് ഒഴിവാക്കിയ കേസുകൾ. Well, I've read the New Testament several times, but Jesus always took up cases, but it was not frequently that he let off people without helping them. കല്ലെറിഞ്ഞ് കൊല്ലാൻ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു, അത് ഒഴിവാക്കിയില്ല, യേശു അറ്റൻഡ് ചെയ്തു. There was a woman who was brought to Jesus to be stoned to death. Jesus did not send them away, but Jesus had paid attention to that case. കുരിശേ കിടന്ന കള്ളനെ ഒഴിവാക്കിയില്ല, ചുങ്കക്കാരനെ ഒഴിവാക്കിയില്ല, എന്ന ഈ വസ്തു കച്ചവടം ഒഴിവാക്കി. Jesus did not ignore the thief on the cross or the tax collector who came to him, but Jesus ignored this man who was interested in property. ഇത് ദൈവദാസന്മാരും അറിഞ്ഞു നിന്നാ നല്ലത്. Well, it will be profitable for God's servants to understand this. റിയൽ എസ്റ്റേറ്റിലൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് വീഴുന്ന കാലമാണ്. But this is a time when God's servants become real estate agents. പിന്നെ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കല്ലേ. And then we have to secure admissions for children in the schools. ബാംഗ്ലൂരൊക്കെ ഉള്ളവർക്ക് നല്ല സൗകര്യമാണ്. Well, those Christians in Bangalore are having a head day. ആലോചിച്ച് പ്രാർത്ഥിച്ച് ചെയ്താട്ടെ. Well, I would advise you to be careful and proceed cautiously. കർത്താവ് പറഞ്ഞു എന്റെ ജോലി അതല്ലെന്ന്. Jesus said, this is not my task. അതെന്താ, അതൊന്നും പങ്കിട്ട് കൊടുത്താൽ കുഴപ്പമില്ല. Well, what's wrong in being a judge between these two brothers? വിഷയം അറിയാമോ? Do you know what's the matter? ഇത് പങ്കിട്ടാൽ ശരിയാവില്ല. Well, if this property is divided, it won't lead to a fair end. എത്ര വീടുകളാണെന്നറിയോ പാർട്ടീഷനോട് കൂടെ വലിയ വഴക്കായിരുന്നു. Do you know how many families have been destroyed after partition of the wealth?
ഇവൻ എന്തിനാ യേശുവിനെ തന്നെ ഇതിന് തെരഞ്ഞെടുത്തേ? Why did he want Jesus to be the arbiter between him and his brother? പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചാൽ വരികയില്ല. It's because the village council officer will not come for this. കാരണം ഇവർ വീട്ടിൽ ഭയങ്കര പഴക്കല്ലേ. It's because he and his brother are always fighting. ഈ ചെറുക്കന്റെ അമ്മാച്ചൻ എവിടെ പോയി? And what about this man's uncle? അവരാരും വരില്ല. കാരണം ഒരു സെന്റിന് രണ്ടുപേരും വിട്ടുകൊടുക്കത്തില്ല. Well, they will not offer their help to these brothers because they are not willing for any compromise. ഇവൻ യേശുവിനോട് സ്നേഹം കൊണ്ടോ സ്വർഗ്ഗത്തിൽ പോകാനോ അല്ല, ഇവൻ ഒരു സെന്റ് ഭൂമി കുറയരുത്, അതിനായി ഇവൻ വന്നത്. This man did not come to Jesus to get eternal life or to go to heaven. He just wanted to ensure that he wouldn't have any loss in property. ഈശോ മിശിഹായുടെ പേരും അമ്മയുടെ പേരും ഒക്കെ ഓരോ പ്രസ്ഥാനത്തിന് ഇടുന്നത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ബിസിനസ്സിന് ജയിക്കാൻ വേണ്ടി. Many businessmen, when they call their business houses by the name of Jesus and by Christ's name and by the name of Mary, it's not because they love Jesus or Mary, it's just because they want to succeed in their business. Infant Jesus Chitti Funds. Have you heard of this bank called Infant Jesus Chitti Fund? കേട്ടാ തോന്നുന്നു കർത്താവിനോടുള്ള സ്നേഹമുണ്ട്. Well, it appears that these people are deeply in love with the Lord Jesus. ഇതെല്ലാം ബിസിനസിന്റെ തന്ത്രങ്ങളെന്ന് പറയുന്നു. These are just business tactics. Praise the Lord. കർത്താവിന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഇവൻ സ്വർഗത്തിലോട്ടുള്ള പരിപാടിയല്ല. When Jesus heard him, he understood well. മോനെ ഈ കച്ചവടത്തിന് എന്നെ കിട്ടില്ല. I'm not interested in this. എന്നാലും നിന്നോടൊരു കാര്യം ഞാൻ പറയാം, ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് രക്ഷപ്പെടണം. But I have a message for you. Please flee from all forms of covetousness. അത് കഴിഞ്ഞിട്ട് ഉപമ പറഞ്ഞു. And then he described this parable. ഉപമ എന്താണെന്ന് ചോദിച്ചാൽ, നിന്നേക്കാളും കൂടുതൽ ഭൂമിയുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ട് വിളവൂടെ ഉണ്ടായി, പക്ഷെ അത് വലിയ കുഴപ്പമില്ല. Now the parable is about a man who was richer than this guy, and he had an abundant harvest, and that led to more troubles. അവൻ അതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ കയറ്റി പൂട്ടിയെന്ന് എഴുതിയിരിക്കുന്നു. Well, it says that he shut up all his good harvest in a barn and then locked it up. എനിക്ക് ബൈബിൾ ക്ലാസ് പോലെ പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ. But I don't have time to be descriptive as in a class, but let me hurry. ആ പേജിൽ രണ്ട് ടെൻഷനാണ് ഞാൻ കണ്ടത്. Well, you find two different kinds of tensions here in this page. ഒന്നാമത്തെ ടെൻഷൻ, എന്റെ ഭൂമി നല്ലോണം വിളഞ്ഞു, എനിക്ക് ഒരുപാട് പണമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? One tension that you find here is a rich man crying out, well, I have had a large harvest. What will I do with a large harvest? അതിന്റെ താഴെ ഒരു 5 വാക്യം കൂടെ താഴെ 22, 23 തോന്നുന്നു എഴുതിയിരിക്കുന്നു. എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ കൊച്ചിന്റെ ഫീസ് കൊടുക്കും എന്നോർത്ത് ടെൻഷൻ പിടിക്കുന്ന ഒരു ഗ്രൂപ്പ് താഴെ. Well, you find എന്റെ പൈസ മുഴുവൻ എന്ത് ചെയ്യുമെന്നോർത്ത് ടെൻഷൻ പിടിക്കുന്ന ഒരു കൂട്ടർ മുകളിൽ. On the other hand, a few verses down, from verse 22, we find another group of people who always worry. What will I eat? How will I clothe my body? And how will I pay my children's fees? ഈ രണ്ട് ടെൻഷനെ ഭൂമിയിലുള്ളൂ. Well, these are the two kinds of tensions, the only two kinds of tensions that you find on this earth. മുകളിലത്തെ പുള്ളിയുടെ ടെൻഷൻ പോകും, കയ്യിലുള്ളതിന്റെ പകുതി താഴത്തെ പുള്ളിക്ക് കൊടുത്താൽ The tension of the rich man will disappear if he will just share his wealth with the other guy who has a different kind of tension. അത് ദൈവമക്കൾക്കും വേണ്ടി കയ്യിൽ പറയുന്നത്. And I'm sharing these things for God's children. അത് നമ്മൾ പുറത്തുള്ള കാര്യമില്ലേ, ഇപ്പൊ പറഞ്ഞോണ്ട് എങ്ങനെ തട്ടിവിടരുത്, നമുക്കൂടെ ഉള്ളതാ. Well, I'm not trying to describe the life of people outside the church. Well, this is a message for us. ഇത് ബാലൻസ് ചെയ്ത് പോകാനാണ് നിന്നെ തന്നിരിക്കുന്നത്. God has given you excess wealth so that you can balance it off with those who have none. ഇനി ഒരു 2 പ്രാവശ്യം കൂടി ജനിച്ചാലും ലണ്ടൻ കാണാൻ ഭാഗ്യമില്ലാത്ത എത്രയോ പേര് അവിടെ കിടപ്പുണ്ട്. Even after getting 2 more chances to live on the earth, there are people outside there who will never get an opportunity to see the city of London. ഒരു വീടൊക്കെ വെക്കാൻ ഒരു സഹായം ചെയ്തേക്കണം അവസരം കിട്ടുമ്പോൾ. And when you get some opportunity, please help those poor people at least to have a small hut. ഒരു കൊച്ചിന് ഫീസ് കൊടുക്കാനോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാകുമ്പോൾ വല്ല ചെയ്തേക്കണം കേട്ടോ, കണ്ടില്ലെന്ന് നടിക്കരുത്. Now don't act as if you didn't see the suffering of those people who can't send their daughters off in marriage, or those who can't pay for the children's education. ഞങ്ങൾക്ക് ഈ സിനിമാ തിയേറ്റർ തുറന്നു കിട്ടിയപ്പോൾ പത്രക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു. Well, when we started this prayer meeting in this cinema theater, the press came to interview me. മനോരമയില്ലാതെ ഇട്ടു, ആ കൂട്ടത്തിൽ ചോദിച്ചു, നിങ്ങളുടെ പദ്ധതി എന്താ, ഈ പാട്ടും കയ്യടിയും മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. The press asked me, people from Manorama and all,
well, what is your agenda? You just want to clap and sing and be happy here? ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. They asked me, are you willing to help the poor? അപ്പൊ പത്രക്കാർ പറയാം, നിങ്ങളെ കുറിച്ച് അങ്ങനെയല്ല ഞങ്ങൾ കേട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒച്ച മാത്രമേ ഉള്ളതാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. Journalists told me, well, you have a bad reputation. We have just heard that you are good at singing and clapping and making a lot of noise. We know that you never help the poor. ഞാൻ പറഞ്ഞത് ഇത് തിരുത്തണം, സഹോദരന്മാരോട് പറഞ്ഞു ഇത് നമുക്ക് തിരുത്തണം, നമുക്ക് ഫണ്ട് ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമുക്ക് തിരുത്തണം. Then I told my brothers, we have to correct the situation. We have to give them a new impression. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെന്ന് കണ്ടു. I went and met the president of the village council. നിങ്ങളുടെ ഇവിടുത്തെ 15 വാർഡിലെ ബിലോ പോവർട്ടി ലൈനിൽ പെട്ട ഓരോ വാർഡിൽ നിന്നും ഒരു 10 പേരുടെ പേര് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. I send you 15 wards in this large panchayat. Well, give me the names of people in each of these wards, at least 10 from each ward who are below the poverty line. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന് കണ്ടപ്പോൾ പ്രസിഡന്റ് പറയാം, 10 തരാൻ പറ്റത്തില്ല, 10 വേണ്ടി ഞങ്ങൾ പോയിട്ട് 100 നിൽക്കുന്നത്, അതുകൊണ്ട് ഒരു വാർഡിൽ 20 പേരെ വെച്ചെങ്കിലും എടുത്താലേ എന്തെങ്കിലും പറ്റുള്ളൂ. Well, he said, there are hundreds out there who are below the poverty line. I just can't refer to you just 10. Why can't you select at least 20 from each ward? അങ്ങനെ 300 പേരുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. So we got a list of 300 poor people. ഞങ്ങൾ കൂടുതലൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഒരു പാക്കറ്റ് റൈസ്, ഒരു പാക്കറ്റ് അരി എന്ന് പറഞ്ഞാൽ 5-6 കിലോ ഒരു പാക്കറ്റും ചില ഭക്ഷണ സാധനങ്ങളും കൂടി അറേഞ്ച് ചെയ്ത് 300 പേർക്ക് കൊടുക്കാൻ ഞങ്ങൾ ക്രമീകരിച്ചു. കൺവെൻഷന് നോട്ടീസ് അടിച്ച് ജീപ്പിൽ മൈക്ക് കെട്ടി അനൗൺസ് ചെയ്താൽ 20 പേരെ വരുള്ളൂ. ഇത് ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ട് 1 മണിക്കെന്ന് പറഞ്ഞു, 12:30 ഓഡിറ്റോറിയം നിറഞ്ഞു പോയി. We wanted to distribute a food packet to these 300 people, and we sent out people to announce this. The meeting was to start at 1 o'clock, but by 12:30 the auditorium was full. ഈ ഒരു ചെറിയ ഹെൽപ്പ് മേടിക്കാൻ വേണ്ടി 3 മണിക്കൂർ അവരോട് ക്യൂ നിന്നു. These people came there and waited in a queue for 3 hours to get this small help. ദൈവം എന്തിനാ നിന്റെ കയ്യിൽ പണം തന്നത്? Do you know why God has entrusted you with money? അത് എവിടെയെല്ലാം ഇട്ട് പൂട്ടാമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടണ്ട. You need not worry, think how will I invest it and lock it up somewhere. അത് ഉപയോഗിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക. You have to find out opportunities and avenues to spend it. ഇത് കറങ്ങും, നാളെ നിന്റെ തലമുറയുടെ കയ്യിൽ നിൽക്കത്തില്ല, വേറൊരാളുടെ കയ്യിലേക്ക് പോകുമെന്ന് ഇംഗ്ലണ്ടിലൂടെ നടന്നാ മനസ്സിലാവുമല്ലോ എന്തിനാ അതിൽ നടക്കുന്നേ. You should know that the tables will turn, and to know that your fortune and the fortune of your descendants will vary. You just have to walk through the counties in England. അടിമയായിരുന്നവർ ഇന്ന് ഉടമയായി മാറിയത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണരുതോ? Can't we not see that those who were once slaves are landowners here? ഈ മനുഷ്യൻ അണ്ടർഗ്രൗണ്ട് പണിത് പൂട്ടി വെക്കാൻ തീരുമാനിച്ചു. This rich man wanted to store up his wealth and hide it and lock it up. എന്നിട്ട് അയാൾ പറയാ, അയാളോട് തന്നെ തിന്നുക കുടിക്കുക, ഏറിയ ആണ്ട് എത്ര കല്ല് തിന്നു. And then he's telling himself, eat, drink and be merry, because for long years I have enough of provisions. ഒരാൾക്ക് എന്ത് മാത്രം കഴിക്കാൻ പറ്റും? How much can a man eat after all? നിങ്ങൾക്ക് 42 മുറിയുള്ള ഒരു വീടുണ്ടെന്നിരിക്കട്ടെ, എത്ര മുറിക്കകത്ത് കിടക്കും? Suppose you have a large house with 42 bedrooms. Well, in how many rooms will you sleep at the same time? 11 മുതൽ 12 വരെ ഒരു മുറി. You could sleep in one room between 11 and 12 in the night. 12 മുതൽ 1 മണി വരെ അടുത്ത മുറി. From midnight to 1 o'clock you could sleep in another room. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പോയാൽ തീരത്തില്ല, അതുകൊണ്ട് 10 മിനിറ്റ് വെച്ച് ഓരോ മുറിയിൽ കിടക്കണം. Well, that's when you understood I can't cover the whole house like this. I may have to spend just 10 minutes in each bedroom. ചുരുക്കി പറഞ്ഞാൽ ഉറങ്ങാനൊക്കെ. In short, that person will not be able to sleep. അപ്പോഴാ ഒരു മുറിയുള്ളവന്റെ ഭാഗ്യം മനസ്സിലാവും. That's when he realizes how fortunate is the man who has just one room. അവന് കിടക്കുന്നത് അറിയാം, ഉറങ്ങിപ്പോകും. That man will just lie down and he won't even realize how he falls asleep. മനസ്സിലാവുന്നുണ്ടല്ലോ? I hope you understand. Praise the Lord. Praise God. തന്നോട് തന്നെ പറയുക, തിന്നുക കുടിക്കുക, ഏറിയ കൊല്ലം. He's telling himself, eat, drink for a long number of years. പണ്ടൊരു പുള്ളി ആധാരം എഴുതി വെച്ചു, മക്കൾക്ക് ഇങ്ങനെയാ എഴുതിയത്, ഇത് യവന്റെ കാലശേഷം എന്റെ പേർക്കാവും. Once a father wrote a will, I bequeath all my property to my son, but then after he dies, the whole thing will come back to me. അത് ഇവന്റെ ചേട്ടനാ.
ദൈവം തമ്പുരാൻ അവനെ അന്ന് രാത്രി ഫോൺ വിളിച്ചു. That night he received a phone call from the Lord. അവനെ വിളിച്ച പേര് ഞാൻ നിങ്ങളെ വിളിക്കില്ല. Now I will not use that word to address you. പിന്നെ പുസ്തകത്തിലുള്ളതുകൊണ്ട് പറയാം, മൂഢ. Because it is written here, I'll say, you fool. ദൈവം തമ്പുരാൻ ആയതുകൊണ്ട് അവൻ വെറുതെ വിട്ടു. Well, because it was God Almighty, He let him free. ഞാനൊന്ന് വിശദീകരിച്ചാൽ പിണങ്ങരുത്. Well, if I try to lay it down thick, please don't be angry with me. കേരളത്തിൽ കർഷകശ്രീ എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. In Kerala, there is an agricultural magazine called Karshakasri. ഏറ്റവും നല്ല കർഷകന്റെ പടം ആ മാസിക വരും. The best farmer is selected and he is featured in that magazine. അങ്ങനെയാണ് ഇവന്റെ പടം വന്നിട്ടുണ്ടോ? In that case, in that magazine, such a farmer would also have been featured. വനിതയ്ക്കകത്ത് ഇവന്റെ ഭാര്യയുടെയും വന്നു കാണും. And his wife would have been featured in a woman's magazine. ഇവനെ കയറി മൂടാന്ന് വിളിക്കണേ, ദൈവം തമ്പുരാനെ കൊണ്ട് വിളിക്കും. If such a man should be called a fool, I think only God will have the nerve for that. ഇപ്പുറത്ത് കൈരളി ടിവിക്കാർ വന്ന് നിൽക്കുക. On one side, the television crew might be standing in queue to interview him. ചേട്ടാ, ഈ കൃഷി ഇത്ര നന്നാകാൻ ഏത് വളമാ ഉപയോഗിച്ചത്? They would ask him, which kind of fertilizer did you use to get such a big yield? ചേട്ടൻ ഭാര്യ കൃഷിയിൽ സഹായിക്കാറുണ്ടോ? Well, does your wife get involved in agriculture? അയ്യോ, അവളുള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം. So he will say, of course, I'm blessed with such a wife. ഇവനെ കയറി മൂടാന്ന് വിളിക്കുക. Will such a man be called a fool? ലോകം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നവനെ ദൈവം മൂടാന്ന് വിളിക്കുന്നു. There may be many people that are appreciated by the world, but then God will look them at their face and call them fools. എത്ര പേർക്ക് ഇതിന്റെ ക്ലൂ മനസ്സിലാവുന്നുണ്ട്? How many of you are understanding the secret of this? നീ ഈ ആഴ്ച പല പ്രാവശ്യം ചിന്തിച്ചോ, ഞാനൊരു മണ്ടനായി പോയല്ലോ എന്ന്. എങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. Many times you might have wondered during the past week, maybe I'm just a big fool. നീ ഒന്നും സേവ് ചെയ്യാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ നിന്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പിശാച് പറഞ്ഞില്ല, നീ ഫൂൾ, നീ മണ്ടൻ എന്ന് പറഞ്ഞില്ലേ? എങ്കിൽ സ്വർഗം പറയുക, നീയാണ് ബുദ്ധിമാൻ. Maybe you lamented and had self-pity saying, I wouldn't save up any money. All that I earned, I just distributed for God's work. And how foolish a person I am. And the devil must have tried to deceive you. But then God will call you a wise man. ഞാൻ ഇങ്ങോട്ട് പോരാനായിട്ടുള്ള ഈ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Well, I was doing my paperwork to get my visa to come here. ഞാൻ ബാംഗ്ലൂരിൽ പ്രസംഗിക്കണം കഴിഞ്ഞ മാസം 7-ാം തീയതി. I had to preach on the 7th of the last month in Bangalore. എനിക്ക് മദ്രാസിൽ നിന്ന് കോൾ വന്നിരിക്കുക, 7-ാം തീയതി ഇന്റർവ്യൂ. So I received a call from Madras, from the consulate, saying, you have to appear before us on the 7th for interview. ഞാൻ അറിവുള്ള പലരോട് വിളിച്ച് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. So I asked several people who had the know of it, what should I do? അവർ പറഞ്ഞു, മദ്രാസ് എംബസി എന്നുള്ള കോളാ ഇമ്പോർട്ടന്റ്, ബാംഗ്ലൂർ കൺവെൻഷൻ ക്യാൻസൽ ചെയ്യണം. So they all advised me, see, the convention in Bangalore can be cancelled, but the call from the consulate is the most important one. ബാംഗ്ലൂരേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഇത് ചതിയാ കേട്ടോ. When I called up the people in Bangalore and said, well, I think you're ditching us. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ചതിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ലണ്ടൻ അവിടെ നിൽക്കേണ്ടത്. Well, I told them, I'm not going to ditch you. Let London wait, I'm going to come and preach there. ആദ്യം ഡേറ്റ് തന്നത് നിങ്ങൾക്കാ. I gave my date first to you. ഞാൻ എന്റെ ഏജന്റിനെ വിളിച്ചു. So I called my travel agent. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് മറ്റൊരു ഡേറ്റ് തരാൻ പറഞ്ഞു. കൗൺസിലേറ്റ് കത്ത് കൊടുക്കാൻ പറഞ്ഞു. Well, I asked him to write to the consulate, I need a different date for interview. ഏജന്റ് പറഞ്ഞു, നിങ്ങളെ പോലെ മാണ്ടണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. And the travel agent said, I've never seen a bigger fool than you. സാരമില്ല, മണ്ടനെന്ന കടലാസിൽ എഴുതരുത്, നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഞാൻ ലണ്ടനിൽ ഒരു കൺവെൻഷൻ പോകാൻ വേണ്ടിയാണ് നിങ്ങളോട് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. എന്നാൽ ഞാൻ അതിനു മുമ്പ് ഡേറ്റ് കൊടുത്ത കൺവെൻഷന് വേണ്ടി 7-ാം തീയതി എനിക്ക് പ്രസംഗിക്കേണ്ടതിനാൽ പ്ലീസ് ഗീവ് അനദർ ഡേറ്റ് എന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. Well, I told them, you send a letter to the consulate, but don't call me a fool there. But just say, I'm a preacher, I'm going to London to preach in a convention. But before that, I had given an appointment to preach in Bangalore. So I have to preach there, give me another date for interview. അത്ര ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ഹൃദയത്തിലേക്ക് വന്നു. Once I did that, I had great relief and peace. Praise the Lord. Praise God. മദ്രാസ് ബാംഗ്ലൂർ കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്ത ഡേറ്റ് എനിക്ക് വന്നു. After the convention in Bangalore, I received a letter giving me another date. അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂ വല്ല തമാശയായിരുന്നു. And so the interview was a big joke. അവർ എനിക്ക് വേണ്ടി മാത്രം പ്രത്യേക സമയം വെച്ചു. So they set apart a different time for me. ഞാൻ 8 മണിക്ക് അവിടെ ചെന്നു.
I went there at 8 o'clock in the morning. കഴിഞ്ഞ ദിവസം സെക്രട്ടറി പറഞ്ഞത് ഞാൻ എംബസി പ്രസംഗിച്ചത്. So when the secretary mentioned yesterday that I preached in the embassy. എന്നോട് ചോദിച്ചു പോകണം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. So they asked me, do you really want to go? അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പല സ്ഥലത്തും സുവിശേഷം പ്രസംഗിക്കാൻ പോകാറുണ്ട്. ആ കൂട്ടത്തിൽ പോകാൻ അവർ വിളിച്ചു, പോകുന്നത്രേ ഉള്ളൂ. Well, I'm not bent on going to UK. Well, I preach in different parts of the world. I was invited to go to London, so I would like to go. പല പല കാര്യങ്ങളുടെ ഒടുവിൽ സാധാരണ പ്രസംഗിക്കാറുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. They asked me among many things, what do you preach usually? അങ്ങനെ ഒരു ചെറിയ പ്രസംഗം ചെയ്തു. So I gave a sample of my sermon. അവർക്ക് വലിയ സന്തോഷമായി. And so they were very happy. എനിക്ക് മനസ്സിലായി ഞാൻ മണ്ടനല്ലെന്ന്. I understood I was not a fool. ഈ ആൾക്കൂട്ടത്തിനിടെ കൈവക്കുകയോ സ്വത്രം ചെയ്യുകയോ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായി ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നീ മണ്ടനാണെന്ന് പിശാച് നിന്നോട് പറയും. അവനെ ശാസിക്കണം. നീ മണ്ടനല്ല, നീ ബുദ്ധിയുള്ളവൻ. Your real faith is not revealed when you are in a crowd, but when you are alone, when you have to make choices, difficult choices for God. You may be a fool then, but then God will recognize you. കല്യാണത്തിന്റെ സമയം വരുമ്പോൾ, When it's time to marry, ഉദ്യോഗത്തിന്റെ സമയം വരുമ്പോൾ, പണം മുടക്കേണ്ട ചില വിഷയങ്ങൾ വരുമ്പോൾ പിശാച് പറയും മണ്ടത്തരം കാണിക്കരുത്, മണ്ടത്തരം കാണിക്കരുത്, മണ്ടത്തരം കാണിക്കരുതെന്ന്. ലോകം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നവൻ സ്വർഗത്തിൽ മണ്ടനാണ് എന്ന കാര്യം ഈ കൺവെൻഷനിൽ ഞാൻ വളരെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. when it's time to choose a bride or a groom, when it's time to make important financial decisions, you may make a difficult choice, but then the world and the devil will say you are a big fool, but then God will call you a wise man. Praise the Lord. ഇത് പറഞ്ഞു വരുമ്പോൾ അഹങ്കാരം പറഞ്ഞു എന്ന് ധരിക്കരുതേ. Please don't think that I'm boasting about myself. ഞാനൊരു വസ്തുത തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. But I just had to quote this incident to prove something else. എന്നെ കുറിച്ച് പറഞ്ഞത് ക്ഷമിക്കണം. Well, forgive me for mentioning an example from my own life. ലോക ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നവനെ ദൈവം മൂഢനെന്നാണ് വിളിക്കുന്നത്. God calls the really famous folks of this world as fools. നിനക്ക് ഈ ഭൂമിയിൽ പലതും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗം എഴുതി വെക്കും നീ ബുദ്ധിമാൻ, നീയാ ബുദ്ധിമാൻ, നീയാ ബുദ്ധിമാൻ. You might have suffered several losses for the kingdom, but then God will write down there, you are the real wise man. ദൈവം അവനോട് ചോദിച്ചു, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ചോദിച്ചാൽ എന്താവും? God asked him, this evening, this night, if I demand your life, what will happen? എന്താ അർത്ഥം? What's the meaning of this? യവന്റെ സൈക്കോളജി എന്ന് പറയുന്നത് പണം ഉള്ളിടത്തോളം ജീവിക്കാം. Now this is what he thought. As long as my wealth will last, I too will last. കാരണം അവൻ തലമുറകൾക്കുള്ളത് സമ്പാദിച്ചിട്ട് പറയുക, തിന്നുക, ജീവിക്കുക. He accumulated all the wealth for his generations, and then he told himself, eat, drink and be merry. അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ വയറാണ്. For these people, their enjoyment and their life is their stomachs. തിന്നുക, കുടിക്കുക, ഇതിൽ കൂടുതലൊന്നും ഇല്ലേ സുഹൃത്തെ? Well, my dear friend, eating and drinking, is there no better deal in this world? അതിൽ കൂടുതലൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ മണ്ടന്മാരാരാ ഉള്ളത്? Well, if eating and drinking, if these are the biggest things in the world, I would call you a fool. എന്തോരം തിന്നാൻ പറ്റും? How much can you eat? അയ്യോ, ഇതിനപ്പുറത്തൊന്നുണ്ട് കേട്ടോ. But there's something beyond this. ഇതിനപ്പുറത്തൊന്നുണ്ട്. There is certainly something beyond this. ഈ മനുഷ്യന്റെ തത്വശാസ്ത്രം, അവന്റെ സ്വപ്നലോകം ഭക്ഷണമാണ്. For him, his great dream, his world of fantasy is full of food. ചിന്തിക്കാൻ പറയാ, ചിന്തിക്കാൻ പറയാ. Well, I'm not saying this as a joke. It's food for thought. ഒരു സുന്ദരിയായ ബുദ്ധിമതിയായ പെൺകുട്ടിയെ വലിയ സമ്പത്തുള്ള ഒരു ബുദ്ധി കുറഞ്ഞ പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. Once a beautiful girl was given off in marriage to a man who was not very clever. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി ആള് ശരിയല്ല. When they reached their home, their new home, the girl understood that there was something wrong with this man. കാരണം വെറുതെ ജീവിക്കുക. This guy was just sitting there and laughing all the time. കൊച്ചിന് മനസ്സിലായി പെൺകൊച്ചു പുറത്തു പോയിരുന്ന കാര്യം. So the girl went out and she was in tears. അപ്പൊ ഇവന്റെ പെങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു, തങ്ങനെ പേടിക്കണ്ട, ഇവിടെ എന്തോ ഒരു സാധനങ്ങളുള്ള വീടാന്നറിയാവോ, നീ കരയാതെ. So her sisters-in-law came and said, well, why do you cry? Do you know the great wealth that we own? We have so many good things in this house. Why do you have to cry? ഇവിടെ അവള് കരയുക,
But she continued her weeping. ഉടനെ ആളുകൾ ചെന്നിട്ട് ഇവനോട് പറഞ്ഞു, എടാ നീ ചെന്ന് അവളോടൊന്നും പറ, അവളെ ആശ്വസിപ്പിക്കുക, അവള് കരയുന്ന നീ കണ്ടില്ലേ? The other people that came and said to this groom, see, don't you see that she is in tears? Go and comfort her. അവൻ ചെന്ന് അവളെ വിളിച്ച്, നീ ഇനി വന്നേടി, നീ എന്താ ഇങ്ങനെ കരയുന്നു? So he went and consoled her. Please come. Why are you crying? ഇനി ഒരു സാധനം കാണിക്കാവുന്നു. And he called her and said, come, I'll show you something. അകത്ത് കൊണ്ടുപോയിട്ട് ഈ പഴയ പത്താഴുണ്ട്, അതിന് തുറന്നു. So he took her inside the house and opened the large storehouse. അതിനകത്ത് ഒരു കൊല്ലം പഴയ ഇരിപ്പുണ്ട്, അതെടുത്ത് കാണിച്ചു. He showed her a bunch of bananas. കാരണം ഇവൻ കരയുമ്പോ അമ്മ ഇതാ കാണിച്ചു. That's because when he used to cry, his mother used to show these bananas as a pacifier. ഇതിൽ കൂടുതലൊന്നും ഇല്ല മോനെ കാണിക്കാൻ. Don't you have anything better than this? A bunch of bananas? നിന്റെ ജീവിത വീക്ഷണം ഒരു സ്റ്റാർ ഹോട്ടൽ വരെ ആയിട്ടുള്ളൂ. Well, your outlook for your life, your worldview, is it just limited to the comforts of a 5-star hotel? നിന്റെ ജീവിതത്തിന്റെ സ്വപ്നം ഒരു മെഴ്സിഡസ് വരെ ആയിട്ടുള്ളൂ. Well, the dream of your life, has it just grown up just to the level of a Mercedes? ഈ ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്താൽ എന്തായാലും ജീവിക്കും. The world and its desires will pass away, but the one who does the will of God, he will live forever. നിത്യതയുടെ ദർശനം പ്രാപിക്കണം. You have to get a new outlook of your life, something that is dependent on eternity. നിത്യതയുടെ ദർശനം പ്രാപിക്കണം. You have to live in the light of നിത്യതയുടെ ദർശനം പ്രാപിക്കണം. in the vision of eternity. രണ്ടാമത്തെ സത്യം ധനത്തെക്കുറിച്ചുള്ള സത്യം. The second truth we have just looked is the truth about wealth. ധനത്തിന് നിന്റെ ആയുസ്സിനെ പിടിച്ചോണ്ടാൻ കഴിയില്ല. Wealth cannot sustain your life. ധനത്തിന് നിനക്ക് സന്തോഷം തരാൻ കഴിയില്ല. Wealth cannot give you happiness. ധനമുള്ളത് കൊണ്ട് നിത്യതയുടെ കാര്യത്തിന് ഗ്യാരണ്ടി ഇല്ല. Just because you're a rich man doesn't mean that you will have eternal life. ധനത്തിന് പലതും ചെയ്യാൻ പറ്റും, പക്ഷേ എല്ലാം ചെയ്യാൻ പറ്റില്ല. Wealth can accomplish a certain number of things, but it cannot accomplish everything for you. ധനം നമുക്ക് ആവശ്യമാണ്. ധനത്തെക്കാൾ വലുതാണ് നീ അനുഭവിക്കുന്ന ദൈവകൃപ. We need money for various things, but more than money, we need the grace of God. മൂന്നാമത്തെ സത്യം, Truth number 3. ഈ സത്യം അറിയുന്ന സ്വതന്ത്രരാകും. Those who know the truth will be set free. എനിക്ക് വളരെ പറയാനുള്ള, പക്ഷേ അതെല്ലാം പഠിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. I have a lot of things to share with you, but I love teaching. ധനത്തെ നിന്റെ ദാസനാക്കാൻ എന്താ മാർഗം? How can you make wealth your servant? ദൈവത്തെ നിന്റെ യജമാനാക്കാം. You have to make God your master. പലരുടെയും യജമാനൻ ധനമാണ്. Many people serve money. ദൈവം നിന്റെ യജമാനാണെങ്കിൽ ധനം നിന്റെ ദാസൻ. But if God is your master and if you serve God, then all the wealth will be your servant. നീ പറയുന്നിടത്ത് ധനം വരും. You will command an order about your wealth. അല്ലെങ്കിൽ വിശ്വസിച്ച് പരീക്ഷിച്ച് നോക്കിയോ, ആവശ്യങ്ങൾ എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ? ആവശ്യത്തിന് പണം വന്നിരിക്കും. You can test it out, you can experiment it, you can trust God for His word, and He will fulfill all your needs on time. ധനത്തെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞാൽ സ്വന്തമായി. If you know the truth about wealth, you will be set free in this regard. മൂന്നാമത്തെ സത്യം, Truth number 3. മരണത്തെക്കുറിച്ചുള്ള സത്യം. It's the truth about death. മരണം ഏത് സമയത്ത് മനുഷ്യനെ പിടിക്കാം. Death can catch you at any moment. വചനം വായിക്കാൻ സമയം നമ്മുടെ മുമ്പോട്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. Well, we are running short of time. മരണത്തെക്കുറിച്ചുള്ള സത്യം അറിയാൻ എവിടെ പോകണം? Where should we look in the Bible to know about death? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ Chapter 16 of Gospel according to Luke, മരണത്തെക്കുറിച്ചുള്ള സത്യം പറഞ്ഞിരിക്കുന്നു. we read about death. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. There was a rich man. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു പോന്നു. Well, he was clothed in purple and silks, and he enjoyed life every day in his big bungalow. ഒന്ന് വായിച്ചാൽ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മരണത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ശ്രദ്ധിക്കുക. Please listen to the truths that are stated here about death. ധനവാനും മരിക്കും, ദരിദ്രനും മരിക്കും. Both the rich and the poor will die. മരണത്തോടുകൂടെ ജീവൻ തീരുന്നില്ല, ആത്മാക്കൾ നശിക്കുന്നില്ല.
The souls of people will not perish with death. 3, മരണശേഷം മനുഷ്യന്റെ ആത്മാക്കൾ 2 സ്ഥലത്തേക്ക് പോകുന്നു. After death, souls of human beings will go to 2 different places. ഒരെണ്ണം പരദീസ, ഒരെണ്ണം പാതാളം. One is paradise, the other is the place of torment. വായിച്ചോ. Please read on. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. 5ാമത്തെ പാഠം, Truth number 5. മരണശേഷം ഓർമ്മകൾ നിലനിൽക്കുന്നു. You will continue to remember things even after death. വ്യക്തിത്വം നശിക്കുന്നില്ല. Your personhood is not destroyed. വേദനയുണ്ട്. Pain still continues. ഫീലിംഗ്സ് നഷ്ടപ്പെടുന്നില്ല മരണശേഷം. You still will experience feelings. ആളുകളെ തിരിച്ചറിയാം. You can recognize people. ധനവാൻ ലാസറിനെ കണ്ടു, അബ്രഹാമിനെ കണ്ടു. അവ കാണാം, തിരിച്ചറിയാം, സംസാരിക്കാം. The rich man saw and recognized Abraham, and also the poor man. They could speak to each other. അടുത്തത്, മരണശേഷം പ്രാർത്ഥിക്കാം. Next, you can pray and talk to God even after death. 6ാമത്തെ പാഠം, മരണശേഷം പ്രാർത്ഥിക്കാം. Number 6, you can pray after death. ഇന്നാളത്തെ പ്രസംഗിച്ച ഒരു സഹോദരി പറഞ്ഞു, ഇപ്പോഴായിരിക്കും ആശ്വാസമായി. When I preached this in another place, a woman said, well, after hearing this, I'm relieved. അപ്പൊ അടുത്തിരുന്ന സഹോദരി പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നു, ആശ്വാസം പോകുന്നു. So her friend who sat beside her said, please listen carefully. You might hear something now that will take away your peace. മരണശേഷം പ്രാർത്ഥിക്കാൻ പക്ഷേ ഗുണമില്ല. After death you can pray, but it's of no use. കേരളത്തിൽ ഒരാൾ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ്. മരണശേഷം പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ല, പ്രാർത്ഥിക്കരുത് ചിലർ പഠിപ്പിക്കുന്നത്. ധനവാൻ പ്രാർത്ഥിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. അബ്രഹാം പിതാവിനെ വിളിച്ചു, അബ്രഹാം പിതാവ് ഉത്തരം കൊടുത്തു. കണ്ടോ? I heard a man preaching in public in Kerala. He said, there are people who say that it's of no use to pray, you can't pray after death. But look at this parable. It says, the rich man prayed and prayed, Father Abraham, help me. പക്ഷേ അബ്രഹാം പിതാവ് പറഞ്ഞത്, നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ലെന്നല്ലേ? But then what do we read here? Abraham said, I can't help you. അതാ ഞങ്ങൾ പറയുന്നത്, പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. That's why we say that prayers offered after death is of no use. അപ്പോൾ മരണശേഷം മനുഷ്യന്റെ വ്യക്തിത്വം, ഓർമ്മ, വേദന ഒന്നും നശിക്കുന്നില്ല. So beyond death, a person's personhood, memory and all feelings continue. പാഠം 7. Lesson number 7. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റം കിട്ടത്തില്ല. Once you are dead and you are consigned to a place, you cannot apply for a transfer. ചേഞ്ച് വരുത്തണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വരുത്തണം. If you want any change for your destination, you have to make sure of that change while you are alive. ലാസർ പർദീസയിലും ധനവാൻ പാതാളത്തിൽ കിടക്കുന്നു. ധനവാന് ലാസറിന്റെ അടുത്തോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രക്ഷയില്ല. Lazarus, he was in paradise, and the poor man after his death, the poor man was in paradise, and then the rich man was in Hades. After they died, the rich man wanted to go into paradise, but he couldn't. സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. Said, I can't help you. അവൻ പറഞ്ഞു, എനിക്ക് വെള്ളം തരാൻ പറ്റുമോ? He requested for a drop of water. അബ്രഹാം പറഞ്ഞു, പറ്റില്ല. Abraham said, that's not possible. നിങ്ങൾ എൻ്റെ കൂടെ വരാമോ? Will you come with me now? ഞാൻ മറ്റൊരു സ്ഥലം കാണിക്കാം. I'll show you another place. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ധനവാന്റെ വീട്ടിലൊന്ന് പോകാം. We'll quickly go to the rich man's house now. ധനവാന്റെ വീട്ടിൽ വെള്ളമുണ്ടോ? In rich man's house, do they have water? വെള്ളമുണ്ട്, കൊക്കോകോള ഉണ്ട്. Well, he's got water, എല്ലാം ഉണ്ട്. He's got water, Coca-Cola, whiskey and brandy and everything. പക്ഷേ ധനവാന് കിട്ടുന്നില്ല. But then it's of no use for the rich man now. അതിനേക്കാൾ ദുഃഖകരമായ ഒരു കാര്യം, even a sadder truth is this. പുള്ളിയുടെ മരണാനന്തര ചടങ്ങുകൾ ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. Well, his relatives are performing religious rites for the peace of his departed soul. നാട്ടുകാരെല്ലാം ഇവിടെ വന്ന് വെള്ളം കുടിക്കുക. So all the neighbors are coming here and they're getting entertained. പക്ഷേ പുള്ളിക്ക് വെള്ളം കിട്ടുന്നില്ല. But this poor man is not getting a drop of water. ഇത് അറിഞ്ഞവരൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യർക്ക് കാര്യം മനസ്സിലായി. Well, those of us who know these things, if we share this to people outside, then their eyes will be open. സത്യം അറിഞ്ഞാൽ സൗകര്യമാവും. If
If you know the truth will set you free. മരിച്ചുപോയ പുള്ളി പറയാ, എനിക്ക് നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് കിട്ടുന്നില്ലെന്ന്. So this rich man is saying, you're doing a lot of things for me, but I am not benefited by these. അടുത്ത ചിന്ത, The next thought, ഈ മരിച്ചുപോയ ഒരാളെ ഞങ്ങളുടെ വീട്ടിലൊന്നും വിടാമോ? he's asking, will you send one of these dead people, will you raise him up and send him to my house? കാരണം നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ വേണ്ടിയില്ല. I just want to inform them, please don't land up in my fate. സുവിശേഷം പറയാൻ മരിച്ചുപോയ രണ്ടുപേരെ ഇയാളുടെ തറവാട്ടിലോട്ട് വിടണം. ഇവർ 6 ആണുങ്ങളാണ്, ഒരാളെ മരിച്ചിട്ടുള്ളൂ. Well, there were 6 brothers there, just one of them died, so this rich man is asking, please send a couple of people from the dead to my house so that the rest of my brothers won't come here. അബ്രഹാം അങ്ങനെ നടക്കുന്ന കാര്യമല്ല. Abraham said, it's not possible. അതെന്താ അങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞേ? Why is that? എന്റെ അഭിപ്രായം പറയാം. Well, it's my opinion. മരിച്ചുപോയ ഒരാൾ പെട്ടെന്ന് കയറി വന്നാൽ നമ്മുടെ കാര്യം കുഴച്ചതാണ്. Well, if in our homes a dead man should appear suddenly, we'll be confounded. കഴിഞ്ഞ ആഴ്ച ആക്സിഡന്റ് മരിച്ചുപോയ രണ്ടുപേര് ഇന്ന് രാവിലെ സൂചന പറയാൻ വീട്ടിലോട്ട് വന്നാലോ ആളുകൾ ഇരിക്കുന്നവർ വീണു. Suppose 2 guys died in an accident and then suddenly they appear in your home to share the gospel. Well, you will swoon and fall down. ഇവനെന്താ ഈ മരിച്ചോട് വേണമെന്ന് പറഞ്ഞെന്താ? Why did he say that he wanted 2 people from the dead to go and preach in his house? ഇപ്പോഴേ തറവാട്ടുകാരാണ് സാധാരണ ഉപദേശിമാരെ പിടിക്കുകയില്ല. That's because his brothers will not let any other evangelist to come into their house. മരിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കേട്ടികളോ ഓർത്തിങ്ങൾ പറഞ്ഞു പോയതാ. Maybe he was taking his chances. He thought if someone from the dead will go and preach to his brothers, they will repent. സത്യമായിക്കൊള്ളുന്ന സ്വന്തം. If you know the truth will set you free. മരണശേഷം ജീവിതം തീരുന്നില്ല. Life doesn't end with your death. നിത്യത സത്യമാണ്. Eternity and hereafter is a reality. അത് ഇവിടെ വെച്ച് തീരുമാനിക്കും. And so you have to decide your fate while you're here on this earth. യേശുവിനെ അംഗീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. You accept Jesus Christ, acknowledge him here, and then get ready for your eternity. മരണശേഷമുള്ള യാതൊരു കർമ്മങ്ങളും നിന്നെ നിത്യതയ്ക്ക് ഉതകുന്നില്ല. All the religious rites that are performed after your death, they are of no good for you. സത്യം അറിഞ്ഞാൽ നിങ്ങൾ സ്വന്തം. If you know the truth, you will be set free. പിന്നെ എന്താ ഭാഷ നിത്യതയ്ക്കുള്ള വഴി? എന്താണ് നിത്യതയ്ക്കുള്ള മാർഗം? Well, you might ask me, well, what's the way to get there, to have eternal life? അതാണ് അടുത്ത സത്യം. That's the next truth that I want to share with you. അതാണ് 4ാമത്തെ സത്യം. That's the 4th truth. നിത്യതയെക്കുറിച്ചുള്ള സത്യം. It's the truth about eternity. നിത്യതയെക്കുറിച്ചുള്ള സത്യം. The truth about everlasting life. അതെന്തുവാ? What's that truth? സ്വർഗത്തിൽ നിന്ന് വന്നവനും സ്വർഗത്തിലേക്ക് പോയവനുമായ യേശുക്രിസ്തുവിനെ അറിയുക, അതാണ് നിത്യജീവൻ. This is eternal life, that you know the one who came from heaven and who ascended up to heaven. That's eternal life. ഇത് വളരെ സിമ്പിൾ. That's a simple truth. ഒറ്റ സംഭവം കൊണ്ട് വിശദീകരിക്കാം. I'll just explain one incident. യേശു കുരിശിൽ മരിക്കുന്നു. Jesus was dying on the cross. യേശുവിന്റെ ഇടത്തമ്പലത്തിൽ 2 കള്ളന്മാർ കിടക്കുന്നു. There were 2 robbers crucified on either sides. കുരിശ് മരണം വളരെ ക്രൂരമാണ്. It was a cruel form of execution. 3 കുരിശ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നു. But I'm placing 3 crosses in front of you. 3 മരിക്കുക. All the 3 are dying. യേശു അലറി കരയുക. Jesus was crying aloud. മറ്റവരെല്ലാം എന്തൊക്കെയോ പറയുക. The other 2 were saying something. ഇതിനിടയിൽ ഒരു കള്ളൻ യേശുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. Well, one of them, he looked and turned and looked at Jesus. യേശുവേ, And he cried out, Jesus, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമേ. when you come as a king, please remember me. പെട്ടെന്ന് യേശു പറയാ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. Jesus turned to him and said, truly, truly, I say this to you, today you will be with me in paradise. ഈ മെസ്സേജിന്റെ ഒടുവിലേക്ക് വരിക. I'm concluding my sermon. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ചിന്തിക്കാൻ ഒന്ന് വരാമോ? Please come with me and think along with me. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറയുക. A dying man says to a dying man. ഒരേപോലെയുള്ള വേദന അനുഭവിക്കുന്ന ഒരാൾ അവനോട് പറയുക, നീ തിരിച്ചു വരുമ്പോ എന്നെ ഓർക്കണേ. Both were dying and were experiencing the same kind of pain. And one half dead man says to the other half dead man, please remember me
when you come again as king. നിങ്ങൾക്ക് ആ കള്ളന്റെ ചിന്തയൊന്ന് കാണാമോ? Can you go into the mind of this man? അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Do you understand what he said? യേശുവേ, Jesus, നീ മരിച്ചാലും തിരിച്ചു വരും. I believe that even if you die, you will come back. നിന്നെ തടഞ്ഞു വെക്കാൻ ശവക്കോട്ടയ്ക്ക് പറ്റില്ല. The grave cannot hold you back. നിന്നെ തടഞ്ഞു വെക്കുവാൻ റോമൻ ഗവൺമെന്റിന് കഴിയില്ല. Any local government cannot block you. നീ മരിക്കുന്നത് നിന്റെ കുറ്റം കൊണ്ടല്ല, എന്റെ കുറ്റം കൊണ്ടാണ്. You are not dying for any fault of yours. നീ മനുഷ്യന് വേണ്ടി മരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. I understand that you are dying for humanity. മരണാനന്തര ജീവിതത്തിൽ നീയല്ലാതെ ആരും സഹായിക്കാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന പ്രാർത്ഥനയിൽ അണ്ടർസ്റ്റുഡ് അല്ലേ? But he states his faith like this. He says, after my death, there's only one person who can help me, and that's you, Jesus. ഞാൻ ചിന്തിച്ചതൊന്ന് പറഞ്ഞോട്ടെ. Let me explain what comes to my mind. കർത്താവ് ഇങ്ങനെ പറയാതിരിക്കട്ടെ. Suppose Jesus said this to him. എന്റെ മോനെ, ഞാൻ 10-30 കൊല്ലം ഇതിലെ നടന്ന് പ്രസംഗിച്ചപ്പോഴൊന്നും നിനക്ക് ഇതൊന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ ഞാനും ഒരു വല്ലാത്ത അവസ്ഥ കിടക്കുക. ഇനി എന്റെ സ്ഥിതി എന്നാവുമെന്ന് അറിഞ്ഞിട്ട് നിന്റെ കാര്യം ചിന്തിക്കാമെന്നല്ലേ പറയേണ്ടത്? Jesus could have told him, see, for 30 plus years I lived here and I preached, but you never thought of praying then to me, and now when I'm in a soup like this, you're asking for help. Let me first find out whether I can help myself, and then I'll help you. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. Please listen carefully. രണ്ട് കയ്യിലും ആണി കിടക്കുമ്പോൾ യേശു പറയുക, നീ എന്നോട് പ്രവേശിച്ചിരിക്കുക. Even while he was hanging from 2 nails, he said, today you will be with me in paradise. തലയിൽ മുൾക്കിരീടമുള്ളപ്പോഴും വിലാപ്പുറത്ത് കുണ്ടകൊണ്ട് കുത്തുമ്പോഴും ഒരു പാപിയുടെ നിലവിളി കേൾക്കാൻ അവന്റെ ചെവി തുറന്നിരിക്കുക. Even while there was the crown of thorns on his head, even when he was bleeding, his ears were open to the cries of a sinner. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലിരിക്കുന്ന അവൻ നിന്റെ നിലവിളി കേൾക്കാതിരിക്കുമോ? If that is the case, the one who is risen and conquered, will he not answer your prayers now? യേശു അവനോട് പറഞ്ഞു, നിശ്ചയമായും നീ എന്റെ കൂടെ പരദീസയിലിരിക്കും. Jesus said, truly, truly I say this to you, you will be with me in paradise today. അങ്ങനെയാണെങ്കിൽ നിത്യതയ്ക്കുള്ള ഏക വഴി ഉയർത്തെഴുന്നേറ്റ യേശു. If that is the truth, then you should know that there's only one way to everlasting life, and that is through the resurrected Lord Jesus Christ. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നിങ്ങളുടെ നിത്യതയുടെ വിലയാണ്. The price that Jesus paid on the cross, that is the cost of winning eternal life for you. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. This truth will indeed set you free. ക്രൂശിന്റെ സത്യം, The truth of the cross. രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? What did I share with you this evening? മനുഷ്യനെ കുറിച്ചുള്ള സത്യം. The truth about man. അവൻ ദൈവത്തിന് വിലയേറിയവനാണ്. Man is valuable before God. ധനത്തെ കുറിച്ചുള്ള സത്യം. The truth about wealth. ദൈവത്തിന്റെ യജമാനായ ധനം നിന്റെ ദാസൻ. If God is truly your master, then your wealth will be your servant. മരണത്തെ കുറിച്ചുള്ള സത്യം. The truth about death. മരണം എല്ലാവരെയും ബാധിക്കും, പക്ഷെ മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല. Death will visit everyone, but life doesn't terminate with death. 4 നിത്യതയെ കുറിച്ചുള്ള സത്യം. Number 4, the truth about eternity. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവാണ് നിത്യതയുടെ താക്കോലുമായി നിൽക്കുന്നത്. It is Jesus who conquered death, who stands there with the key to everlasting life. കണ്ണുകളടയ്ക്കാം. Let's close our eyes for prayer. അത്ഭുതം കണ്ടവർ വിശ്വസിച്ചു. Many saw signs and believed in Jesus. ഇന്നും ഇവിടെ അത്ഭുതമുണ്ട്. Even now we have signs here. വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൈ ഇവിടെയുണ്ട്. God's hand that works for those who hear God's word is here. വചനം ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന യഹോവയുടെ കൈ ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ട്. The Lord's hand is here to work wonders for those who will yield themselves before God's word. ഇന്നൊരു അത്ഭുതം ആവശ്യമുള്ളത് ആരാണോ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കൈ ഇവിടെ ഉയർന്നിട്ടുണ്ട്. Who needs a miracle today? God's hand is lifted up for you. ആദ്യമായി ദൈവസഭയിലേക്ക് വരുന്ന ഒരാൾക്ക് വേണ്ടി ഒരു അടയാളം ചെയ്യാൻ കർത്താവ് കാത്തുനിൽക്കുക. The Lord is waiting to perform a sign for someone who has come here for the first time. നിങ്ങളുടെ രോഗത്തിന് ഇന്ന് രാത്രി സൗഖ്യം കിട്ടും. The Lord will heal you of your disease. നിങ്ങളുടെ വേദനപ്പെടുന്ന വിഷയത്തിന് ഇന്ന് രാത്രി വചനത്താൽ സൗഖ്യമുണ്ടാകും. The Lord will send His word and heal your troublesome soul. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നുപോയിട്ടില്ല. Miracles have not ceased. വീര്യപ്രവർത്തികൾ നിന്നുപോയിട്ടില്ല. Miracles have not
not cease. ഇന്ന് രാത്രി അത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വ്യാപരിക്കും. God will work wonders for you this evening. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. But it doesn't stop with that. നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന സത്യങ്ങൾ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. I have shared with you the truths that will lead you to freedom. ഇവിടെ കൂടുതൽ വിശ്വാസികളാണ്. But we have more believers here. വിശ്വാസത്തിൽ വന്നിട്ടും സ്വതന്ത്രമാകാത്ത വിഷയങ്ങളുണ്ടോ? Are there believers here who after coming to the faith have not experienced freedom? വചനത്തിന്റെ സത്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. If you will know the truths of God's word, you will be led to freedom. Praise the Lord. Praise God. Praise the Lord. ലാസർ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ ദീനം, ഈ രോഗം മരണത്തിനല്ല. When Jesus heard that Lazarus was sick, he said, this sickness is not for death. ആ സത്യം അറിഞ്ഞപ്പോൾ അവർ സ്വതന്ത്രരായി. When they came to know of that truth, they were set free. വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്ന വേദന ഒടുക്കിക്കളയാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ല, അവസാനിപ്പിക്കാനുള്ളതല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനുള്ളതാണെന്ന് അറിയുമ്പോൾ, ആ സത്യം അറിയുമ്പോൾ നാം സ്വതന്ത്രരാകും. The pains that visit you and trouble you from time to time, it is not to be extinguished. It is there so that God can work a wonder in your life and reveal His glory. ഞാൻ കുറെ സത്യങ്ങൾ വചനത്തിൽ നിന്ന് കണ്ടു. I've seen many truths in God's word. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. I'm going to pray for you. കണ്ണുകൾ അടയ്ക്കാം. Let's close our eyes.